ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഞാൻ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നാണോ? അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഈവനിങ്ങിൽ ഇരുന്നപ്പം എനിക്ക് ചുമ്മാ തോന്നിയതാണ് കേട്ടോ, കോവളത്ത് ദർഗ വരെ ഒന്ന് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഇക്കയോട് പറഞ്ഞു, ഇക്ക ബായിക്കാം നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇക്കയെ വിളിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ആരുമില്ല കേട്ടോ, റെസ്റ്റോറൻറ്റിൽ ആരുമില്ല. അപ്പം കിച്ചു നമ്മുടെ കൂടെ വരുന്നത്. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കിച്ചുവിനെ അവിടെ ഇരുത്തിയിട്ടാണ് പോകാറുള്ളത്. ഈ വട്ടം കിച്ചു പറയാം, നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയി സുഖിച്ച് കറങ്ങട്ടെ, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, നമ്മുടെ കടയാണെങ്കിൽ നമ്മുടെ കടയിൽ ഒരുപാട് സ്റ്റാഫുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും കൂടെ നോക്കിക്കോളുമല്ലോ. അപ്പോൾ അവരെല്ലാവരും ഏൽപ്പിച്ചിട്ട് ഒരു 2 hours കാര്യമല്ലേ ഉള്ളൂ, അപ്പോൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു 4:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. കാരണം ആ ടൈമിൽ അതിന് മുമ്പൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു ഷോപ്പിൽ, അപ്പോൾ നമുക്ക് ഷോപ്പ് ഇട്ടിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു തിരക്കൊക്കെ കുറഞ്ഞ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ആ ടൈമിങ് നോക്കി ഞങ്ങൾ ഓൺലൈൻ ബിസിനസ് അല്ലേ, ബാലൻസ് കുറച്ച് കസ്റ്റമേഴ്സും വരും. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങി അങ്ങനെ കോവളം ദർഗയിലെത്തി. അപ്പോൾ അവിടെ കുറച്ച് നേർച്ച ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിവിടെ വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ കിച്ച് സ്വന്തമായിട്ട് പോയിട്ട് കിച്ചിന് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു, പട്ടും തിരിയൊക്കെ മേടിച്ചു. അങ്ങനെ ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കുന്നതിന് ഇവിടെ 20 രൂപ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെരുപ്പ് ഞങ്ങളുടെ എല്ലാവരും അവിടെ സൂക്ഷിക്കാൻ കൊടുത്തു. 20 രൂപയും കൈവച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് ദർഗയുടെ അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ കയറി അകത്തോട്ട് പോയി പട്ടൊക്കെ കൊണ്ടുപോയി അകത്തിട്ടു, തിരിയൊക്കെ കത്തിച്ചൊക്കെ വെച്ചു. അപ്പം പെണ്ണുങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല, അപ്പോൾ അത് കാരണം ഞാൻ പുറത്ത് നിന്നു. പിന്നെ ഈ ഏരിയയിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. അത് കാരണം അവിടുന്ന് ഞാൻ ഒരു പ്ലേറ്റ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, വിളക്ക് മേടിച്ച് കത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു പ്ലേറ്റിൽ 5 എണ്ണമാണ് കേട്ടോ, അത് 100 rupees. അങ്ങനെ അത് കൊടുത്ത് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും ഓരോ വിളക്കും കത്തിച്ച് വെച്ച്. അപ്പോൾ ഇതിനെ വിമർശിക്കാനും ഒരുപാട് ആൾക്കാർ കാണും, പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു മയിലിരിക്കുന്നു, 2 മയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണും നട്ടിങ്ങനെ കാത്തിരിക്കുകയാണ്, ആ മയിൽ എപ്പോഴാണ് അതിൻ്റെ പീലി വിടർത്തുന്നതെന്ന് വിചാരിച്ച്. പക്ഷെ ഞാൻ ഇത്രയും നേരം നോക്കി വീഡിയോ എടുത്തുന്നിട്ട് അത് വിടർത്തിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു ഇനി വീഡിയോ എടുക്കുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞ് അങ്ങ് മാറ്റി. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ അക്കു കാണിക്കുന്നുണ്ട്, അവിടുന്ന് തിരിയുടെ കവർ എടുത്ത് ഇതിനകത്ത് കെട്ടി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമുക്ക് ഒരു നേർച്ച തരും കേട്ടോ. ഇതാണ് അതിനകത്ത് കുറച്ച് എന്താ സാധനം ഉള്ളതെന്ന് കാണിച്ചത്, ജിലേബി പോലൊരു ടേസ്റ്റുള്ള എന്തോ ഒരു സാധനമാണ് കേട്ടോ. അതും മേടിച്ച് അങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം വഴിയിലിട്ട് പൈനാപ്പിൾ ഇട്ട് വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പൈനാപ്പിൾ തിന്നാൻ കൊതി വരുന്നത്. ഞാൻ ഇക്കയോട് പറഞ്ഞു, ഇക്ക പൈനാപ്പിൾ മേടിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഓരോ ഗ്ലാസ് പൈനാപ്പിൾ മേടിച്ച് തന്നു. അത് ഞങ്ങൾ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ച്. അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ, അതൊക്കെ മക്കൾക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. മക്കളുടെ സന്തോഷം കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം അവർ സന്തോഷമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. നമ്മൾ അവിടെ കൊണ്ടുപോകുന്നതും എടുക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ അതിന് കിച്ചുവിന് ഷവർമ കഴിക്കണം. കിച്ചു പറഞ്ഞു, ബാബ അപ്പം നമുക്ക് ഷവർമ കഴിക്കാം. അപ്പോൾ നമ്മൾ സമയമില്ല, കാരണം ഷോപ്പിലാണെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടല്ലേ വന്നേക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, പാഴ്സൽ മേടിച്ചോണ്ട് പോവാം, നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കിച്ചു പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഷവർമയും, കിച്ചുവിന് 2 ഷവർമ മേടിച്ചു കേട്ടോ. അന്നേരം അമ്മ വഴക്കിടുന്നു, കിച്ചുവിന് മാത്രം 2 മേടിച്ച് എന്തിനാ, എനിക്ക് മാത്രം എന്താ 1 മേടിച്ച് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ട് അങ്ങ് പോയി. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സൂര്യാസ്തമയം കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.